എൻ്റെ കൂടെ ഇരിക്കുന്നത് കേരളത്തിലെ പ്രശസ്തനായ ഒട്ടനവധി എക്സിബിഷനുകളും ഒക്കെ നടത്തിയിട്ടുള്ള ഗോത്രവിഭാഗങ്ങളെക്കുറിച്ചിട്ട് ഒരുപാട് റിസർച്ചുകൾ നടത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ആഫ്രിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗോത്രീയമായ സംസ്കാരങ്ങൾ സമ്പന്നമായിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഏകദേശം 90 മില്യണോളം ആൾക്കാർ ഗോത്രവിഭാഗങ്ങളിൽ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ. അതിൽ നമ്മൾ പരിശോധിച്ചാൽ ഇന്ന് നമ്മൾ കാണുന്ന ചിത്രകലയുടെ പല രൂപങ്ങളും, ഇന്ന് ആഘോഷിക്കപ്പെടുന്ന ചിത്രങ്ങളുടെ, ഇന്ന് വാണിജ്യവൽക്കരിക്കപ്പെടുന്ന ചിത്രങ്ങളുടെ എല്ലാ രൂപങ്ങളുടെയും തുടക്കവും ഇപ്പോഴും ഉള്ളതും നമ്മൾക്ക് ഗോത്ര മേഖലകളിൽ നിന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മൾക്ക് പല ചിത്രകലാ സങ്കേതങ്ങളെക്കുറിച്ചും നമ്മൾ പറയുമ്പോൾ നമ്മളൊക്കെ കേട്ട ചിത്രകല, ഇതൊരു ചിത്രകലാ സങ്കേതമായിരുന്നോ, ഇതൊരു ഗോത്രീയമായ ചിത്രകലാ സങ്കേതമായിരുന്നോ എന്ന് നമ്മൾ അത്ഭുതപ്പെടും. ചിലതുണ്ട്, മധുബനി എന്ന് പറയുന്ന ബീഹാറിലുള്ള ചിത്രകലാ സങ്കേതം, അതുപോലെ വർലി എന്ന് പറയുന്ന ചിത്രകലാ സങ്കേതം, കലങ്കാരി, ആന്ധ്രാപ്രദേശിലെ കലങ്കാരി, അങ്ങനെ ഒട്ടനവധി ഗോത്രീയ ചിത്രകലാ സങ്കേതങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും പല ഗോത്രങ്ങളും. വളരെ മനോഹരമായതും ഇപ്പോഴും എല്ലാ തരത്തിലും വസ്ത്രവ്യാപാര രംഗത്തും മറ്റ് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കപ്പെടുന്ന ചിത്രങ്ങൾ ഇത്തരം ഗോത്ര ചിത്രകലകളിൽ നിന്നും, ഇത്തരം ഗോത്രീയമായ സങ്കേതങ്ങളിൽ നിന്നും ആണ് എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് കൂടുതലും ഗോത്രങ്ങൾ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വയനാടിന് പണ്ടുണ്ടായിരുന്ന ആ ഒരു ചിത്രകലയുടെ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ചിത്രകല വയനാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിരുന്നു, പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സാധനമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് രമേശ് ചേട്ടനെ പോലെയുള്ള ആൾക്കാർ അവരുടെ ഗോത്രങ്ങളുടെ ആചാരങ്ങളെ, ഗോത്രങ്ങളുടെ ജീവിത രീതിയെ, അവരുടെ ആഭരണങ്ങളെ, സൗന്ദര്യ സങ്കല്പങ്ങളെ, എല്ലാം തന്നെ അവരുടെ ഉത്സവങ്ങളെ എല്ലാം ചിത്രരചനയിലൂടെ, അതും പ്രത്യേകമായിട്ട് ഉള്ള ഒരു ചിത്രരചനാ സങ്കേതം, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ചിത്രരചനാ സങ്കേതവും ചിത്രരചനാ രീതിയും അദ്ദേഹം തന്നെ സൃഷ്ടിച്ചെടുക്കുകയും അത് ആരിൽ നിന്നും അദ്ദേഹം പഠിച്ചതൊന്നുമല്ല, സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തിട്ട് നമ്മുടെ മുന്നിൽ ഇന്ന് വിജയശ്രീലാളിതനായിട്ടിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തോട എന്ന് പറയുന്ന ഒരു നല്ല മനോഹരമായൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് സംസാരിക്കാം. രമേശ് ചേട്ടനോട് ചോദിക്കാം, രമേശ് ചേട്ടാ, എങ്ങനെയാണ് രമേശ് ചേട്ടൻ സാധാരണ രീതിയിൽ ഒരു എന്താ പറയുക, ഇത്രയും മനോഹരമായി, ഇത്രയും പ്രൊഫഷണലായിട്ടുള്ള ഒരു ചിത്രകലാകാരനാവണമെങ്കിൽ അത്രയധികം നല്ല ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിരിക്കണം, ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും കീഴിൽ ശിഷ്യപ്പെട്ടിട്ട് ഒക്കെ ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെയാണ് രമേശ് ചേട്ടൻ ചിത്രകലയിലേക്ക് വന്നത്? എല്ലാവർക്കും നമസ്കാരം. പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് വിൽക്കലുള്ളതാണ്, അതുകൊണ്ട് വർത്തമാനം പറയുമ്പോൾ പ്രശ്നം ഉണ്ടാകുമെന്നാണ് പേടി. ചിത്രകലയിലേക്ക് എങ്ങനെയാണ് വന്നത് എന്നുള്ളതിൻ്റെ, ഞങ്ങളെ അച്ഛൻ്റെ വീട് ഇപ്പോൾ ആനപ്പന്തി ഒക്കെയുള്ള ഇവിടെയാണ്, പിന്നെ മുത്തങ്ങയെന്ന് 1.5 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ ഇവിടെ ഇടിഞ്ഞൊല്ലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരികയുണ്ടായി. അവിടെ നിന്നാണ് പിന്നെ തോട്ടം ഒക്കെ
വെച്ച് പിടിപ്പിക്കുന്ന സമയമായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പണിക്കാരൊക്കെ ഈ കാട്ടുനായക്ക, പിന്നെ പണിയ, മുള്ളക്കുറുമ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഞാൻ. ഈ വിഭാഗക്കാരാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ധാരാളമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവരെ ആയിരുന്നു എൻ്റെ ചെറുപ്പത്തിലുള്ള കൂട്ടുകാരും ഒക്കെ. ഇവരിടയിലുള്ള ജീവിതവും ആണ് എനിക്ക് അത് ഒരു 30 വർഷത്തോളം ഇവരെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുത്ത് ഇവരെ മരണാനന്തര ഇതും മറ്റേ ഇവരെ കല്യാണം, ബൈസറിക്കൽ കല്യാണം, അങ്ങനെ എല്ലാ ചടങ്ങുകളും കണ്ട് അങ്ങനെ ഒരു 30 വർഷത്തിൻ്റെ ശേഷം ഇതെങ്ങനെ പിന്നെ പൊതുവായിട്ടുള്ള ആൾക്കാരെ ഇതിലെത്തിക്കും എന്നുള്ളൊരു ചിന്ത ആണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ കണ്ട കാര്യങ്ങൾ പിന്നെ ഇതിലേക്ക് ചിത്രത്തിലേക്ക് ഇങ്ങനെ ഞാൻ വരയ്ക്കുന്നത് പഠിക്കുന്നതിൻ്റെ മുന്നേ ആണ് പിന്നെ ചെയ്തതാണ് തോടാന്ന് പറഞ്ഞ ബുക്ക് എഴുതുന്നത്. അത് ഇതാണ് വയനാട്ടിലെ കാട്ടുനായക്ക, പിന്നെ പണിയ, മുള്ളുക്കുറുമ, കുറിച്ച, ഈ ഒരു 4 ഭാഗക്കാരെ ജീവിത രീതി, അവരെ ഒരു മനുഷ്യൻ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളും ആണ് ബുക്കിലുള്ളത്. പിന്നെ ഇതിനെങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് എനിക്കിത് ഇങ്ങനെ എല്ലാ സംഭവങ്ങളും കാണുന്നുണ്ട്, പക്ഷേ ഇതിനെ ഒന്ന് ലോകത്തിലേക്ക് എത്തിക്കണം. ഇത് ഇങ്ങനെ വയനാട്ടിൽ മാത്രം ഒതുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്, അത് ആരോട്ടും അറിയുന്നുമില്ല. അങ്ങനെ ഇവരെല്ലാ ആചാരങ്ങളും പെയിൻറ്റിങ്ങിലേക്ക്, ചിത്രത്തിലേക്ക് വരുത്തുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഇതിലേക്ക് വരാനുള്ള കാരണം. അല്ല, ഞാൻ ചോദിച്ചത് ഈ ചിത്രകലയുടെ ഇപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ചിത്രകലയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അമച്വർ ചിത്രകാരൻ എന്നുള്ള രീതിയിലല്ല രമേശ് ചേട്ടൻ്റെ പഴയ ചിത്രങ്ങൾ, പല ചിത്രങ്ങളും. പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ഗോണ്ട് ചിത്രകല രീതിയുണ്ട് ഗുജറാത്തിൽ, എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഗോണ്ട് ചിത്രകലാ രീതിയൊക്കെ. അത്തരം ചിത്രകലയും അതുപോലെ തന്നെ വെർലി ചിത്രകലാ രീതി മഹാരാഷ്ട്രയിലുള്ള ഇതുമൊക്കെ ആയിട്ട് വളരെയധികം സാമ്യമുള്ള ചിത്രകലാ സങ്കേതമാണ് രമേശ് ചേട്ടൻ്റെതെന്ന് കണ്ടിട്ടുണ്ട്. നമ്മുടെ കാഴ്ചയിൽ രമേശ് ചേട്ടൻ്റെ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പുറത്ത്, അത് കണ്ടാൽ നമുക്കത് മനസ്സിലാവും. അപ്പം അതുമാത്രമല്ല, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രത്യേകിച്ച് കാടിനെ അവതരിപ്പിക്കുമ്പോൾ, വയനാടിനെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾക്ക് വയനാട് എന്നുള്ള കാര്യം മനസ്സിൽ വരുന്നത് തണുപ്പും വളരെ എന്താ പറയുക റിസോർട്ടുകളും അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ആയിട്ട് മനസ്സിൽ വരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വയനാടുണ്ട്. വയനാട് സന്ദർശിക്കുന്ന ആൾക്കാർ ഊരുകളൊന്നും സന്ദർശിക്കാൻ സാധ്യത ഉണ്ടാവില്ല. അവിടുത്തെ സന്തോഷങ്ങൾ, അവിടുത്തെ ഉത്സവങ്ങൾ, ഇതൊക്കെയാണ് രമേശ് ചേട്ടൻ ചിത്രങ്ങളിലൂടെ പകർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ രമേശ് ചേട്ടൻ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ പകർത്തുമ്പോൾ അതിനൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അതിനൊരു തുടക്കത്തിന് ഏതെങ്കിലും ആളുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയോ തുടക്കത്തിന് കാരണമായിട്ടുണ്ടോ, അല്ലെങ്കിൽ രമേശ് ചേട്ടൻ സ്വയം വരച്ച് പഠിച്ചു തുടങ്ങിയതാണോ? ഇല്ല, ഞാൻ പിന്നെ ക്രിത്താർട്സിലാണ് ഏറ്റവും ആദ്യമായിട്ട് ഞാൻ പിന്നെ ചിത്രം എടുത്തുകൊണ്ടിരുന്നത്. അപ്പം മോഹൻ സാറായിരുന്നു ഡയറക്ടർ. അങ്ങനെ ഞാൻ ഈ ഒരു കുറേ ചിത്രങ്ങൾ 3 റുപ്യേൻ്റെ ചാർട്ടും 5 റുപ്യേൻ്റെ പേനയും ആയിരുന്നു. ഈ ഒരു വലിയ പേപ്പർ ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ വയനാട്ടിൽ ഇങ്ങനെ വര പഠിക്കുന്നതിൻ്റെ മുന്നേ കണ്ടമാനം ചെയ്തു. അങ്ങനെ മിനി ചേച്ചി, ബിന്ദു ചേച്ചി, മറ്റേ ഡയറക്ടർ, ഇവരൊക്കെ കൂടി അങ്ങനെ മോഹൻ സാറ് 2005 പിന്നെ തിരുവനന്തപുരം കനക്കുന്നോട്ടാരത്തിൽ ആദ്യത്തെ എൻ്റെ എക്സിബിഷൻ നടന്നു. പിന്നെ ഇത് തന്നെയാണ് 5 റുപ്യേൻ്റെ മറ്റേ ഇതും 5 റുപ്യേൻ്റെ പേനയും പിന്നെ 3 റുപ്യേൻ്റെ ചാർട്ടും വെച്ചിട്ട് ഈ ഒരു പ്രചോദനം പിന്നെ അടുത്തതിന് പിന്നെയും പിന്നെ നന്നാക്കി വരക്കണം, അങ്ങനെ ഒരു ഇതിലേക്ക് വന്നു. പിന്നെ ഇവിടെ കോഴിക്കോട് എസ്കേപ്പറ്റക്കാട്ടിൽ 2 വർഷത്തെ പഠനം, പിന്നെ മാനന്തവാടി ആർട്ട് ടൗണിൽ 2 വർഷത്തെ പഠനം. അങ്ങനെ ചിത്രകലയിലേക്ക് അങ്ങനെയാണ് ഞാൻ വരുന്നത്. പിന്നെ അക്കാദമീൻ്റെ മെമ്പർ ആയി, ലളിതകല അക്കാദമീൻ്റെ. അങ്ങനെ കണ്ടമാനം വർക്കുകളും ആർട്ടിസ്റ്റുകളെ വലിയ വലിയ വർക്കുകളൊക്കെ കാണാനുള്ള ഇടയായി. അത് കഴിഞ്ഞ് പിന്നെ
ഇപ്പോൾ ചിത്രകലയിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഈ ഇവിടെ മറ്റേ വയനാട്ടിൽ കണ്ടമാനം ഇപ്പോൾ തന്നെ ഇങ്ങനെ കാട്ടുനായക്കാരൊക്കെ വരയ്ക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇതിൽ കുറേ പൈസ ചിലവാണ്. പിന്നെ വീട്ടിൽ അത്യാവശ്യം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഇത് വാങ്ങലും പിന്നെ അതിനുള്ള മെറ്റീരിയൽസിനൊക്കെ നല്ല വിലയും, പിന്നെ ഇത് അറിയപ്പെട്ടൊരു തലത്തിലെത്തിപ്പെടുമ്പോൾ തന്നെ കാലങ്ങൾ കഴിയുകയും ചെയ്യും. ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ പിന്നെ ഏകാംഗ പ്രവേശനം കഴിഞ്ഞു, പിന്നെ സ്റ്റേറ്റ് എക്സിബിഷൻ പിന്നെ ഇത് കിട്ടി, സെലക്ഷൻ കിട്ടി. പിന്നെ ജാർഖണ്ഡിലെ നാഷണൽ പിന്നെ ക്യാമ്പിൽ സെലക്ഷൻ കിട്ടി. അങ്ങനെ ജാർഖണ്ഡിൽ ഒക്കെ ഞങ്ങൾക്ക് തന്നെ ഇതുണ്ടായിരുന്നു നാഷണൽ. പിന്നെ അത് ഇങ്ങനെ കേരളത്തിലത്തെ ST ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നെ ഇവിടുത്തെ വയനാട്ടിലുള്ളതിനെക്കാട്ടി വലിയ കാടും ഇതൊക്കെ ഉള്ള സ്ഥലമാണ് ജാർഖണ്ഡ്. പക്ഷേ അവിടെ ഇങ്ങനത്തെ ഒരു ആചാരങ്ങളോ അതോ ഇവരെ പെയിൻറ്റിങ്ങിലേക്ക് വരുന്നില്ല. അവരെ ട്രൈബ്സിൻ്റെ ആയിരുന്നു ഇത് പിന്നെ ക്യാമ്പ്. അവർ ഇങ്ങനെ ചിത്രത്തിന് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചെയ്യുക, അതിന് 4 ബോർഡറിന് പ്രാധാന്യം കൊടുക്കുക. പിന്നെ അത് ഒരു അവ്യക്തമായിട്ടുള്ള കുതിരകൾ അല്ലെങ്കിൽ ആന വാർലി ആ ഒരു സൈസ് പിന്നെ ചിത്രങ്ങളാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. പക്ഷെ അവരൊരു ആചാരങ്ങളോ അല്ലെങ്കിൽ അവരുടെ ജീവിതമോ ഒരിക്കലും ചിത്രത്തിലേക്ക് വരുന്നില്ല. അതിനോട് ഇങ്ങനെ മാറ്റിയാണ് ഞാൻ ഇവരെ ആചാരങ്ങൾ ഒക്കെ ഇങ്ങനെ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു ചിത്രത്തിൻ്റെത്. അതിലിപ്പം ഇവർ കാട്ടുനായക്ക പണിയ മുള്ളക്കുറുമ കുറിച്ച അവരെല്ലാ ആചാരങ്ങളും ഇതിലേക്ക് വരുന്നതാണ്. പക്ഷേ ഇതൊരു വയനാട്ടിലത്തെ ഒരു ചിത്രത്തിന്, ഞാൻ ട്രൈബൽ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ചിത്രത്തിനൊരു പ്രത്യേക ഇതില്ല. ഒരു വയനാട്ടിൽ ഞാൻ തന്നെയാണ് ഇങ്ങനത്തെ ഒരു ചിത്രം ചെയ്യൽ ഉള്ളത്. ആ രീതിയിലാണ് ചിത്രങ്ങൾ നടക്കുന്നത്. രമേശ് ചേട്ടൻ ഇപ്പം പറഞ്ഞതിൽ ഒരു വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ബീഹാറിൽ പഴയ ബീഹാറായിരുന്നു ജാർഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലം. അവിടെയൊക്കെ പ്രചാരത്തിലുണ്ടായിരുന്ന ഗോത്രീയമായ ചിത്രകലാ സങ്കേതങ്ങളിൽ, ഇപ്പോൾ വർലി ചിത്രകലാ സങ്കേതം, ഗോണ്ട് ചിത്രകലാ സങ്കേതം, അവരുടെ ഗോത്രീയമായ ഒരുപാട് ആചാരങ്ങളും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിമിഷങ്ങളൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ അവർ ചിത്രകലയിൽ പകർത്തിയിരുന്നത്. ഇപ്പോൾ മധുബനി എന്നൊക്കെ പറയുന്ന ചിത്രകലാ സങ്കേതങ്ങളിൽ പണ്ടൊക്കെ പഴയ ജീവിത രീതികളൊക്കെ പകർത്തിയിരുന്നു. പക്ഷേ കാലക്രമേണ അത് മാറി വന്നിട്ട് ഇപ്പോൾ മധുബനി ചിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ഇപ്പോൾ വർലി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഒരു വളരെ വലിയ ശക്തമായൊരു ഗോത്രമാണ്. ഒരുപാട് സാംസ്കാരികമായിട്ട് ഒരുപാട് ഔന്നിത്യത്തിൽ നിൽക്കുന്ന ഒരു ഗോത്രമാണ്. അവരും മധുബനിയൊക്കെ ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ പഴയ ആ മധുബനി വർലി ഇതൊക്കെ നിന്നും പഴയ രീതിയിൽ നിന്നും മാറി രമേശ് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ സീതേനെയും സീതാരാമനെയും അതുപോലെ തന്നെ കൃഷ്ണനെയും രാധയെയും അതിൻ്റെ പ്രണയത്തെയും അതിൻ്റെ ചുറ്റുമുള്ള പശുക്കിടങ്ങളെയും, അതായത് ഇതിന് എല്ലാ സ്ഥലത്തും ഉണ്ടായിരിക്കുന്ന ഗോത്ര സ്വത്വങ്ങളിലേക്ക് പോലും കടന്നു വരുന്ന ഒരു അധിനിവേശം ചിത്രകലയിൽ കാണുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇതിപ്പോൾ എൻ്റെ സെഷനല്ല, എന്നാലും എനിക്ക് തോന്നിയ ഒരു കാര്യം കൂടി പറയാം. ഈ കേരളത്തിൽ എന്തുകൊണ്ടായിരിക്കാം കേരളത്തിൻ്റെതായ, കാരണം വളരെ സാംസ്കാരിക സമ്പന്നമായ ഒരു ഗോത്ര വിഭാഗങ്ങളുള്ള ഒരു സ്ഥലത്ത് എന്തുകൊണ്ടായിരിക്കാം കേരളത്തിലൊരു ചിത്രകലാ സങ്കേതം, ഗോത്രീയമായ ചിത്രകലാ സങ്കേതം പൂർണ്ണമായും ഇല്ലാണ്ടായപ്പോൾ, അല്ലെങ്കിൽ കുത്തും കുറിയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഴയ ചിത്രകലാ സങ്കേതങ്ങൾ നശിച്ചു പോയത് എന്നത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അത് ഇപ്പോൾ കുത്തുംകുറി എന്നൊക്കെ പറയുന്ന തമിഴ്നാട്ടിലെ കുറുമ്പ സമുദായത്തിലൊക്കെ അവരൊക്കെ ചെയ്യുന്ന ചിത്രകലാ സങ്കേതം, അത് കേരളത്തിൽ പ്രത്യേകിച്ച് അത് വളർന്നു വരുന്നില്ല. ഈ ഗോത്രമേഖലയിൽ കാര്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളൊക്കെ വളരെ ശക്തമല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇത്തരം സങ്കേതങ്ങൾ വളരെ വളർന്നു വരികയും അത് ആധുനിക ജീവിത ശൈലിയുടെ ഭാഗമായി മാറുകയും
കലങ്കാരി സാരികൾക്ക് വേണ്ടിയിട്ടും മധുബനി ഷർട്ടുകൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ആൾക്കാർ വലിയ ടെക്സ്റ്റൈൽസുകളിലും അതുപോലെ സൂപ്പർ മാർക്കറ്റിലും പോയി അന്വേഷിക്കുകയും, പക്ഷേ ഒരുപാട് രീതിയിൽ പുരോഗമനമാണ് എന്ന് പറഞ്ഞ അടിസ്ഥാന വർഗത്തിനെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് എന്ന് പറയുന്ന കേരള സമൂഹത്തിന് അത്തരത്തിലുള്ള ഗോത്രീയമായ ആചാരങ്ങളെ ചിത്രകലാ സങ്കേതങ്ങളെയൊന്നും ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരഭിപ്രായം. ഏകദേശം അത് നശിച്ചു പോകുന്നത് കണ്ട് ഈ നമ്മുടെ ഗോത്രങ്ങളെയൊക്കെ കോളനിവൽക്കരിച്ച് ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ആ മൂലക്ക് കുറച്ച് വീടുകളിൽ നിന്നോ എന്ന് പറയുന്നതിലേക്ക് നമ്മുടെ കേരള സമൂഹം മാറിയിട്ടുണ്ട് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അതുമാത്രമല്ല, ഇതിൽ എനിക്ക് രമേശ് ചേട്ടനോട് തന്നെ ചോദിക്കാനുള്ള സാധനം, ഇപ്പം രമേശ് ചേട്ടൻ വരച്ച ഒരു ചിത്രത്തെക്കുറിച്ചിട്ട് ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തിരുന്നു. അത് ഗോത്ര ആചാരങ്ങൾ, ഒരുപാട് ഗോത്രാചാരങ്ങൾ രമേശ് ചേട്ടൻ്റെ ചിത്രങ്ങളിൽ നമുക്ക് കാണാം. അതിൻ്റെ ശൈലി എന്ന് പറയുന്നത് രമേശ് ചേട്ടൻ്റെ തന്നെ ശൈലിയാണ്. രമേശ് ചേട്ടൻ തനതായിട്ട് രൂപപ്പെടുത്തിയെടുത്ത ശൈലിയാണ്. അതിൽ ഇപ്പോൾ ഒരാചാരം ഗോത്രാചാരങ്ങളിൽ ഇപ്പോൾ വയനാട്ടിൻ്റെ ആചാരങ്ങളെക്കുറിച്ചിട്ട് ഒക്കെ പഠിച്ച ആൾക്കാർക്കറിയാം. വെളിച്ചപ്പാടന്മാരെന്ന് പറയുന്നത്, ഇപ്പോൾ നെഗലിനെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മരിച്ചുപോയ ആൾക്കാരെ, നേരത്തെ നമ്മുടെ കവയിത്രി പറഞ്ഞതുപോലെ തന്നെ മരിച്ചുപോയ ആൾക്കാർ ബ്രാഹ്മണ മതം പറയുന്നത് പോലെ സ്വർഗത്തിലേക്കല്ല ഇവിടെ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഗോത്രങ്ങളാണ് നമ്മുടേത്. അപ്പോൾ മരിച്ചുപോയ ആൾക്കാരെ അതുപോലെ തന്നെ നഗലിനെ വിളിക്കുക എന്നൊക്കെ പറയുന്ന കുറേ ആചാരങ്ങൾ, അതിൽ വെളിച്ചപ്പാടന്മാർ വയനാട്ടിൽ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ഓരോ ഗോത്രത്തിനും ഓരോ വെളിച്ചപ്പാടന്മാർ. അതിൽ രമേശ് ചേട്ടൻ പണ്ട് കണ്ട ആന വെളിച്ചപ്പാട് എന്ന് പറയുന്ന ഒരു വെളിച്ചപ്പാടിനെ ആന ദൈവത്തിൻ്റെ വെളിച്ചപ്പാട്, ആനയെ ദൈവമാക്കി കാണാം. ഈ എന്തോ ഭാഗ്യം, ഇവിടെ മറ്റാരും കടന്നു വന്നില്ല, ഇവിടെ ജ്യോതിഷ തിലകങ്ങളോ മറ്റൊന്നും കടന്നു വന്നില്ല, അവിടെ അഷ്ടമംഗല പ്രശ്നം വെച്ചിട്ട് അത് ഗണപതിയുടെ പ്രതിഷ്ഠയാണ്, അവിടെ മാറ്റി പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞിട്ട് തന്ത്രി വരേണ്ടി വന്നിട്ടില്ല, ഇപ്പോഴും അത് ആന ദൈവം തന്നെയായിട്ട് അവർ കണക്കാക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് കാണാം. ആന ദൈവത്തിൻ്റെ വെളിച്ചപ്പാട്, അതുപോലെ തന്നെ അദ്ദേഹം കണ്ട ഒട്ടനവധി ആചാരങ്ങൾ, അതൊക്കെ തന്നെ അദ്ദേഹം ഈ തോട എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. തോടയെക്കുറിച്ച് ഞാൻ ഒന്നുകൂടി പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ആചാരങ്ങളെക്കുറിച്ച് ഈ ഇതിലേക്ക് ചിത്രങ്ങളിലേക്ക് പകർത്താൻ കണ്ട ആചാരങ്ങളെക്കുറിച്ചിട്ട് രമേശ് ചേട്ടൻ ആകർഷിച്ചത് ഒന്ന് പറയാൻ പറ്റുമോ? അത് പിന്നെ ഞങ്ങൾ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളെ ഈ ഒരു ഏരിയയിൽ കണ്ടമാനം ഇവരെ കാട്ടുനായക്ക അല്ലെങ്കിൽ പണിയ ഇവരൊരു കാരണവന്മാരൊരു കൂട്ടായ്മയായിരുന്നു. അവർ ഒത്തുകൂടലും ഒരു ഉത്സവം, ഇവർക്ക് രണ്ട് രീതിയിലുള്ള ഉത്സവമാണുള്ളത്. ഒന്ന് ഇവർ സ്വന്തം വീട്ടിൽ ഒരു ഇതുണ്ടാക്കി, തറ ഉണ്ടാക്കി, അത് സ്വന്തം ഇങ്ങനെ അവരെ വീട്ടുകാരായിട്ടൊരു ദൈവം കാട്ടിലും ഇങ്ങനെ ആചാരമായിട്ടുണ്ടാവും. പിന്നെ ഒരു 5-6 വീട്ടുകാർ ഒന്നിച്ചു കൂടിയിട്ട് ഒരു വലിയൊരു ഉത്സവം, ഒരു 5-6 ഈ ഒരു ഏരിയയിലുള്ള എല്ലാവരും കൂടിയിട്ട് വലിയൊരു ഉത്സവം ഉണ്ടാവും. ഈ ആനദൈവത്തിൻ്റെ വെളിച്ചപ്പാട് എന്ന് പറയുന്നത് പിന്നെ ആനയായി ആന പോലെ ഇങ്ങനെ തുമ്പിക്കൈയൊക്കെ വെച്ച് ആനയ്ക്ക് കൊടുക്കുന്ന പോലെ അവിലും ഒക്കെ കൊടുത്ത് ഇങ്ങനെ അവരെ വലിയ അമ്പലം എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ പുല്ലുമേഞ്ഞ അതിനെ ഒരു 3 പ്രാവശ്യമൊക്കെ പ്രദക്ഷിണം ചെയ്ത്, അത് ഞാൻ കണ്ടതൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഒരു 5-6 പ്രാവശ്യം ഞാനത് ഇങ്ങനെ പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാരണവന്മാരെ മരണശേഷം പിന്നെ മക്കൾ അത് കൊണ്ടു നടക്കുന്നില്ല എന്നുള്ളതാണ്. മക്കൾ പിന്നെ ഇങ്ങനെ അത് ഇങ്ങനെ ഇങ്ങനെ ചടങ്ങിന് എന്തെങ്കിലും നടത്തുന്നല്ലാണ്ട് ഈ പഴയ പോലുള്ള പ്രതാപമൊന്നും അവരെ ഉത്സവത്തിനുണ്ടാവില്ല. അതാണ് ഇവരെ ആചാരങ്ങളൊക്കെ നശിച്ചു പോയ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ അതെല്ലാത്തിലും ഇവരെ വേഷവിധാനത്തിലൊക്കെ ഈ ഒരു തലമുറ കൂടെ ഇവരെ ഇപ്പം ഞങ്ങളെ കൂട്ടരാണെങ്കിലും മുള്ളക്കുറുമാക്കാരിങ്ങനെ പണ്ടത്തെ ഇങ്ങനെ ഉള്ള കെട്ട്, അല്ലെങ്കിൽ പണിയ വിഭാഗക്കാരാണെങ്കിൽ തോട, ഈ ഒരു തലമുറ കഴിഞ്ഞാൽ പിന്നെ അത് വല്ല ഫോട്ടോയിലോ അല്ലെങ്കിൽ ചിത്രത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഭാഷ പിന്നെ ഒന്നും ആയില്ല എന്ന് പറയാം. ഭാഷ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ഇതിലും ഇവരത് ഇങ്ങനെ ഒക്കെ മാഞ്ഞു എന്ന് വേണം പറയാൻ. ഇപ്പോൾ തന്നെ എൻ്റെ ഈ ഒരു പെയിൻറ്റിങ്സിൽ പിന്നെ ഇതിപ്പോൾ മൺമറിഞ്ഞ് പോയ പിന്നെ പല കാര്യങ്ങളും
ആണ് ഇപ്പോൾ ഞാനൊരു 15 ഞാൻ എടുത്തുകൊണ്ടത്. വേറെയുള്ള പിന്നെ കണ്ടമാനം ഇതുണ്ട്, പിന്നെ ഇതുണ്ട് പെയിൻറ്റിങ്സുകളുണ്ട്. ഒക്കെ നശിച്ചു പോയതും ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പെയിൻറ്റിങ്ങുകൾ ആണിപ്പോൾ ഞാനതിൽ വരച്ചു വരുന്നത്. ഇപ്പോൾ പിന്നെ അച്ഛൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ പണ്ട് 60-70 വീട് ഒന്നിന് തൊട്ടുണ്ടായിരുന്ന ഒരു കോളനി, ഒരു പിന്നെ അങ്ങനെയുള്ളൊരു കൂട്ട വീടായിരുന്നു. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പിന്നെ ഇത് വന്നു, മാറ്റം വന്ന്. ഇപ്പോൾ കാട്ടിനൊക്കെ ട്രൈബലിൻ്റെ വകയുള്ള വീട് കിട്ടും. പക്ഷേ എങ്കിൽ കൂടി അവർക്ക് പിന്നെ ഇങ്ങനെ മുറ്റത്ത് തീയിട്ട് രാത്രി ഉറങ്ങുക എന്നൊക്കെയുള്ളതാണ് അവർക്ക് ഏറ്റവും പ്രധാനം. അതാണ് ഞാനൊരു ഇതില്ലേ കറുപ്പ് ചിത്രം, നാഗമാണിക്യം എന്ന് പറയുന്നൊരു ചിത്രമാണ്. അത് നല്ല വൃശ്ചിക മാസത്തിലൊക്കെ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ മുറ്റത്ത് നല്ല തീയിട്ട് നിൽക്കും. നല്ല തീയിട്ട് ഞാനും അവരോ ഒപ്പം ഉണ്ടാവും. അപ്പോൾ ഈ ലേശം പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ ചോറക്കാവുന്നവർ ഇങ്ങനെ കുഴൽ വിളിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ വീടിൻ്റെ മുറ്റത്ത്. അതൊന്നും ഇപ്പോൾ ഇല്ല. അതൊക്കെ ഇതായി. അപ്പോൾ ഈ എല്ലാവരും ഇങ്ങനെ തീ കാഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഈ മറ്റേ കൊള്ളിയാനിങ്ങനെ പോവില്ല, ഒരൊറ്റ മിന്നൽ കാണുന്നു. അപ്പോൾ ഇവർക്ക് ഭയങ്കര മറ്റേ ഭയഭക്തിയോടുകൂടെ എല്ലാവരും ഇങ്ങനെ മേലേക്ക് നോക്കിയിരിക്കുന്ന ഭാഗമാണ് ഇത്. പോയി അത് വീഴുന്നിടത്ത് സ്വർണ്ണം ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റേ നിധി ഉണ്ടാവും എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ ഇത് ഇങ്ങനെ ഭയങ്കര ആശ്ചര്യത്തോടുകൂടി ഇങ്ങനെ നോക്കിക്കുന്നത് പല പ്രാവശ്യം ഞാനിങ്ങനെ കണ്ട്. അത് ഞാൻ കണ്ടമാനം വിറ്റുപോയ മറ്റേ ഇതാണത്, പിന്നെ ചിത്രമാണത്. ഇങ്ങനെ തീൻ്റെ വെളിച്ചവും പിന്നെ ഇങ്ങനെ മറ്റേ മേലെ കൂടെ പോണ ആ ഇതിൻ്റെ ഒരു വെളിച്ചവും അയ്യൊരു ഇത് അങ്ങനെയുള്ള ഒരു. പിന്നെ ഇവർ നേരത്തെ പിന്നെ സാറ് പറഞ്ഞല്ലോ ഇങ്ങനെ മറ്റേ വെളിച്ചപ്പാടിൻ്റെ കാര്യം. ഇന്നാളൊരു സ്ഥലത്ത് പിന്നെ ഇവർക്ക് ഏറ്റവും വലിയത് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരൊരു വീട്ടിലൊരു പിന്നെ ഇത് നടക്കണമെങ്കിൽ, ചടങ്ങ് നടക്കണമെങ്കിൽ എന്തായാലും ഒരു 5000 റുപ്യ ഇപ്പോൾ ആവശ്യമാണ്. അതിൻ്റെ എണ്ണ എല്ലാ സാധനങ്ങളും വാങ്ങണം. അങ്ങനെ പൈസ ഇല്ലാത്തവർ ഒരു എന്താക്കും, അച്ഛനെ വിളിച്ചിട്ട് വെളിച്ചപ്പാടായിട്ട് അയാൾ വന്ന് അയാളെ വിളിച്ചു വിട്ട് പറഞ്ഞ് ഈ കൊല്ലം എനിക്ക് സഹായിക്കൂല, അടുത്ത കൊല്ലം ഇങ്ങനെ നടത്താമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അത് എല്ലാ കൊല്ലവും ഇങ്ങനെ നടക്കുന്നൊരു സമയമുണ്ട്. അപ്പോൾ ഞാനത് ചോദിച്ചു, ഈ കൊല്ലം ഇല്ലേ പരിപാടിയൊന്നും. അപ്പോഴാണ് പറയുന്നത് അങ്ങനെ കാരണവരോട് വിളിച്ച് പറഞ്ഞിട്ട് പൈസ കെട്ടി വെച്ചിട്ടുണ്ട്, ഈ കൊല്ലം ഒന്നും സഹായിക്കൂല, അടുത്ത കൊല്ലത്തേക്ക് നടത്താം. അങ്ങനെയൊക്കെയാണ് ഇവരെ ഒരു ഭയങ്കര വിശ്വാസം നടക്കുന്നത്. അത് ഇവർ ഇതാക്കുന്നുണ്ട്. പിന്നെ ശരിക്കും ഇവർ മരിച്ചു കഴിഞ്ഞാലൊക്കെ ഉള്ള അതെൻ്റെ പെയിൻറ്റിങ്സിലുണ്ട്. അതിൻ്റെ ഒരു ഭയങ്കര ഒരു സംഭവമാണ് അത്. ഇങ്ങനെ മരിക്കുമ്പോൾ തന്നെ, മരിച്ച് ശവം അടക്കുമ്പോൾ തന്നെ ഒരു ഓട്ട ഇങ്ങനെ മൂക്കുന്ന് മറ്റേ മേലേക്ക് വിടും, ഒരിങ്ങനെ വടി കുത്തിയിരുത്തായി. എന്നിട്ട് ഈ 7ാമത്തെ ദിവസം ഇതിനെങ്ങനെ മാറ്റും, ഇങ്ങനെ കല്ല് മാറ്റും. അപ്പോൾ എല്ലാവരും ചുടലയിൽ നിൽക്കും. ഈ ആണുങ്ങളെ മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാവരും ഇങ്ങനെ മറ്റേ കല്ലിനെ മാറ്റുമ്പോൾ ഒരു ആവി രൂപത്തിൽ ആത്മാവ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതവർ ഇപ്പോൾ പല പ്രാവശ്യവും നോക്കി ഒരാവി വരും. അതാദ്യം ഒരു പ്രേതം, അയാളെ പ്രേത രൂപത്തിൽ ഒരാളെ മേൽ കുറയും അവിടുന്ന്. പിന്നെ അയാൾ ശരിക്കുള്ള ആത്മാവ് ഒരു വെളിച്ചപ്പാടീൻ്റെ മേൽ പിടിക്കും. പിന്നെ അയാളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഉള്ളത് മരിച്ച ആളെ ആത്മാവാണ് പിന്നെ ഈ വെളിച്ചപ്പാടീൻ്റെ മേലുള്ളത്. പിന്നെ മക്കളുണ്ടെങ്കിൽ ആര് നോക്കണം, എന്തൊക്കെ ചെയ്യണം, അവരെ ഭാവി കാര്യങ്ങൾ ഒക്കെ പിന്നെ മരിച്ച ആൾ വെളിച്ചപ്പാടിലൂടെ പറഞ്ഞ് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെയൊക്കെയാണ് ഇവരുടെ വിശ്വാസങ്ങൾ. അത് ഒക്കെ തന്നെയാണ് ബുക്കിൽ ഉണ്ട്. അതിൻ്റെ പറ്റി ഒരു എസ്സേ ഒക്കെ വരും, അതിനെപ്പറ്റിയൊക്കെ വിശദമായി പറയുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതൊക്കെ കണ്ടാണ് ഈ എന്തായാലും ഈ ഒരു സംഭവങ്ങൾ പെയിൻറ്റിങ്ങിൽ ഇന്നെ ഇവരെ രോഗം മാറ്റുന്നത്. ഇപ്പോൾ കാളേട്ടൻ പിന്നെ മറ്റേ ഗദ്ദിക ഈ കൂടെ, പക്ഷേ എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടിയൊക്കെ ഉറഞ്ഞ് രാത്രി 12 മണിക്ക്, ഞാൻ അത്ര പരിചയം ഉണ്ടായിട്ടും ഇവരെന്നോട് പറയില്ല ഇന്ന് രാത്രി ഇതിൻ്റെ ചടങ്ങുണ്ട് എന്നൊന്നും പറയില്ല. ഒച്ച കേട്ടിട്ട് ഞാൻ പോയി നോക്കലാണ്. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ പാട്ട് പാടി മറ്റേ ചൊര എടുത്തിട്ട് ഇങ്ങനെ കിലുക്കി ഭയങ്കര ശ്വാസത്തിൻ്റെ സൗണ്ടും, ഇവിടുന്ന് ഒരു 10-100 മീറ്ററിൻ്റെ അപ്പുറം കേൾക്കാം ശ്വാസം വിടുന്നത് അവർ. അത്രയും ഒച്ചയില്ല ഇങ്ങനെ ആളി ഇതായി. അത് അങ്ങനെയാണ് ഈ ഒരു പെയിൻറ്റിങ്സ് അത് ഇങ്ങനെ പുറത്തേക്ക് എത്തിക്കുക. ഞാൻ ഈ ഗദ്ദിക ഈ മറ്റേ ഇതിൻ്റെ പരിപാടിക്ക് ക്രിസ്താർസിൻ്റെ ഒരു മറ്റേ ഇതിൻ്റെ
കൃത്താർച്ചിൻ്റെ പരിപാടിക്ക് അതിൻ്റെ ഒരാളെ ഞാൻ അന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു, നിങ്ങളിതൊന്ന് അവതരിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത്. അവരെ രോഗം മാറ്റുന്നത് ആട്ട് കഴിക്കലെന്ന് പറയും. പണ്ടൊക്കെ അവർ അയ്യൊരു ഇതുകൊണ്ടായിരുന്നു അവരെ രോഗം മാറ്റലും ഒക്കെ ചടങ്ങ് ആയിരുന്നു. ആശുപത്രിക്ക് പോകാത്തവരൊക്കെ ഇഷ്ടം പോലെ കാരണവന്മാരുണ്ടായിരുന്നു. പിന്നെ എലി ഒക്കെ അവർ കഴിക്കുമായിരുന്നു. അവർ എലി, അതാണ് എൻ്റെ ഒരു പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. അത് എലി എന്നെ ഞാനിത് എടുത്തില്ല. ഞാൻ വീട്ടിലിങ്ങനെ വലിയ എലിയും വലിയ പെരിച്ചായിനൊക്കെ പിന്നെ കണി വെച്ചിട്ടൊക്കെ കിട്ടുമ്പോൾ ഇവർക്ക് കൊണ്ട് കൊടുക്കുക. ഞാനും നിന്നുണ്ട് എന്നൊക്കെ പറയാം ചെറുപ്പത്ത്, ഇവരപ്പോൾ കൂടിയപ്പോൾ. പിന്നെ എലിപ്പനിന്ന് ഒക്കെ ഭയങ്കര ഇതുള്ള സമയത്താണ് ഒരു മറ്റേ ചിപ്പമുതിയെന്ന് പറഞ്ഞ ഒരു കാരണവർക്ക് സുഖമില്ല, പറ്റ അവധ എന്ന് പറഞ്ഞാൽ മേലൊക്കെ വിറച്ച്. അപ്പോൾ പുള്ളിക്ക് എൻ്റെ ഒരു അവസാനത്തെ ആഗ്രഹമാണ് പിന്നെ ഈ എലീനെ കിട്ടണമെന്നുള്ളത്. അപ്പോൾ ചെക്കന്മാരൊക്കെ എവിടെ നിന്നൊക്കെയോ തപ്പി കിട്ടിയിട്ട് ഇങ്ങനെ തീയിലിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കരിക്കുക. അയ്യൊരു ഭാഗം ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിച്ചതിലൂടെ അയാളെ രോഗവും മാറി, പിന്നെയും 2-3 കൊല്ലം ജീവിച്ചു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒക്കെയാണ് അവരൊരു ജീവിതവും. പിന്നെ ഭക്ഷണം, പിന്നെ കാട്ടുകിഴങ്ങ്. ഞാനൊക്കെ അവരൊപ്പമൊക്കെ ഞാൻ ഇഷ്ടംപോലെ കാട്ടുകിഴങ്ങിന് പോയിട്ടുണ്ട്. കാട്ടുകിഴങ്ങ് പോയി അത് അവർക്കേ പറ്റുള്ളൂ അങ്ങനെ കുഴിക്കാൻ തന്നെ. ചെറിയൊരു കമ്പ് കിട്ടിയാൽ മതി, അവർ അതിനെ ശരിക്കും എത്ര താഴ്ചാലോ ഒരാളെ താഴ്ച വേണേൽ താത്തും. അങ്ങനെ കാട്ടുകിഴങ്ങ്, പിന്നെ പല സൈസ് ചപ്പ് വർഗ്ഗങ്ങൾ, പിന്നെ ചുരുളി, അങ്ങനെയൊക്കെയുള്ള മലയിൽ ഏത് സമയത്തും ഉണ്ടാവും. ഭക്ഷണത്തിൻ്റെ ഇതിലൊക്കെ അവരങ്ങനെ. പിന്നെ നല്ല വൃത്തി അപ്പം കൊണ്ടുവന്ന വെള്ളത്തിൽ അവർ ഭക്ഷണം ഉണ്ടാക്കുള്ളൂ. തലോസോ പിടിച്ച വെള്ളമൊന്നുമല്ല. അപ്പോൾ അല്ലെങ്കിൽ പൈപ്പിൽ നിന്ന് അല്ലെങ്കിൽ കേണിയിൽ നിന്ന് നേരിട്ട് കൊണ്ട് അടുപ്പിൽ കൊണ്ട് വയ്ക്കുക. അങ്ങനെയൊക്കെയാണ് അവർ കഴിക്കുക. അങ്ങനെ ഉള്ളൊരു നല്ല വൃത്തിയോടുകൂടിയുള്ള ഭക്ഷണ രീതിയൊക്കെ തന്നെയാണ് അവർ. അതൊക്കെ കൂടിയാണ് ഇങ്ങനെ ഒരു കുറേ പെയിൻറ്റിങ്സ്, ചിത്രവും പിന്നെ തോടാന്ന് പറയുന്ന ബുക്ക് ഒക്കെ എഴുതാനുള്ളൊരു മറ്റേ പ്രധാന കാരണമാണ്. ഈ തോടാന്ന് പറയുന്ന ബാക്കി പെയിൻറ്റിങ്സിൻ്റെ ഓരോരോ പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ ഓരോന്നായിട്ട് എടുത്തിട്ട് സംസാരിക്കുന്നതാണ് ഇപ്പോൾ കുറേ സമയം വേണ്ടത്. ഈ രമേശ് ചേട്ടൻ സാധാരണ ഒരു പെയിൻറ്റർ എന്ന് പറഞ്ഞാൽ വരയും എഴുത്തും, അതായത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതൊരു ഗോത്രീയമായ ആചാരങ്ങളെയോ അല്ലെങ്കിൽ ജീവിത രീതിയെയോ അതിൽ നിന്ന് പുറത്തുള്ള ആൾക്കാർ രേഖപ്പെടുത്തുമ്പോൾ ഒരുപാട് തെറ്റുകളും ഒരുപാട് അബദ്ധങ്ങളും അല്ലെങ്കിൽ അവർക്ക് തന്നെ, അതായത് ഈ ഗോത്രത്തിലുള്ള ആൾക്കാർക്ക് തന്നെ മനസ്സിലാവാത്ത രീതിയിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. തെയ്യം എന്നൊക്കെ പറയുന്നത്, തെയ്യം എന്ന ഒരു ഫോക്ക് അനുഷ്ഠാനത്തെ, തെയ്യം എന്ന അനുഷ്ഠാനത്തെ പലരും പല പഠനങ്ങളിലൂടെയൊക്കെ അവതരിപ്പിച്ചിട്ട് വളരെ ഫോക്ലോർ അക്കാദമീൻ്റെ ഒക്കെ ഒരുപാട് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയ പലതും തെയ്യത്തിൻ്റെ അന്തസ്സത്തെ പല സ്ഥലത്തും ഇല്ലാതാക്കുന്ന രീതിയിലും തെയ്യത്തിൻ്റെ അതിനോടൊന്നും നീതി പുലർത്താത്ത രീതിയിലാണ്. അതുപോലെ തന്നെയാണ് കാടിനെ കുറിച്ചിട്ടും കാട്ടിലുള്ള ഗോത്രങ്ങളുടെ ആചാരങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ പുറത്തുള്ള ആൾക്കാർ എഴുതുമ്പോൾ അവർ കാണുന്നതായിരിക്കില്ല ശരിക്കും അത്. ഇപ്പോൾ ഈ തോട എന്ന് പറയുന്ന പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം, തോട എന്നുള്ള പുസ്തകം ഒരു 5 ഗോത്രങ്ങളെ കുറിച്ചിട്ട് അവരുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും, തുടക്കം, അവരുടെ കല്യാണം, അവരുടെ മറ്റാചാരങ്ങൾ, ഇതിനൊക്കെ വളരെ വിശദമായിട്ട് പഠിച്ചിട്ട് അവരുടെ ജീവിത രീതികൾ, അവരുടെ ഭക്ഷണ രീതികൾ, അവരുടെ ആചാരങ്ങൾ, അവരുടെ ദൈവങ്ങളൊന്നും സ്വർഗത്തിലോ വേറെ എവിടെയെങ്കിലും ഒരു ആകാശത്തിൻ്റെ അപ്പുറത്തുള്ള ഒന്നും ആയിട്ടല്ല അവതരിപ്പിച്ചത്. അവരുടെ ദൈവങ്ങൾ, ഇതിനെയൊക്കെ വളരെ നന്നായിട്ട് പഠിക്കുകയും അത് വളരെ മനോഹരമായിട്ട് ഒരു പുസ്തക രൂപത്തിൽ മാറ്റപ്പെടും. അതായത് സ്വന്തം ഒരു ഗോത്രത്തിൽ നിന്ന് തന്നെ ഒരു മനുഷ്യൻ അത് ചെയ്യുമ്പോൾ അതിൻ്റെ എത്രമാത്രം അത് ഓതൻറ്റിക് ആവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രമാത്രം ഓതൻറ്റിക്കായിട്ട് ആ പുസ്തകം ഇവിടെ രമേശേട്ടൻ്റെ സ്റ്റാളിൽ ആ പുസ്തകമുണ്ട്. അത് വയനാട്ടിലെ ഗോത്ര
സംവിധാനങ്ങളെക്കുറിച്ചിട്ടും ഗോത്ര വിഭാഗങ്ങളെക്കുറിച്ചിട്ടും അതിൻ്റെ സംസ്കാര സമ്പന്നതയെക്കുറിച്ചിട്ടും മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ആ പുസ്തകം ഒന്ന് വാങ്ങാം. ഇവിടെ നേരത്തെ ബിന്ദു ടീച്ചർ ഒരു കാര്യം പറഞ്ഞത് രജിസ്റ്റർ ചെയ്താതെ പോയി എന്ന് എനിക്ക് തോന്നുന്നു. വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് ടീച്ചർ പറഞ്ഞത്. ട്രൈബൽ കുട്ടികളെ സ്കൂളിലേക്ക് എങ്ങനെ ആകർഷിക്കാം? ഇത് കുട്ടികളുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ എങ്ങനെ സ്കൂളിലേക്ക് ആകർഷിക്കാം? സ്കൂൾ അന്തരീക്ഷം ആകർഷകമാക്കി മാറ്റണം. അതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കണ്ടുപിടിച്ച ഒരു മാർഗത്തെ പറ്റിയാണ് ടീച്ചർ സൂചിപ്പിച്ചത്. ബാല എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേരറിയുന്നത്. BALA. ബാല എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ്. അതായത് സ്കൂൾ കെട്ടിടങ്ങളുടെ ചുവരുകളിലെല്ലാം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരയ്ക്കുക. മനസ്സിലായത്? നിങ്ങൾക്കുള്ള ഒരു ജോലിയുടെ വലിയൊരു വാതായനം തുറക്കൽ കൂടിയാണ് ഈ പറഞ്ഞു വരുന്നത്. സ്കൂൾ കെട്ടിടങ്ങളുടെ ചുവരുകളിലെല്ലാം, നമ്മുടെ ഈ കോഴിക്കോട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കാവ് ഗേൾസ് ഹൈസ്കൂൾ ഒരു ഇൻ്റർനാഷണൽ സ്കൂളാണ്. അതിൻ്റെ പ്രൈമറി സ്കൂളിൻ്റെ ചുവരുകളിലെല്ലാം ആകർഷകമായ ചിത്രങ്ങൾ, പല ജിറാഫിൻ്റെയും ലയണിൻ്റെയും ആനയുടെയും അങ്ങനെയുള്ള ചിത്രങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി കൂടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ വയനാട് ജില്ലയിലെ ഈ പ്രൈമറി സ്കൂളുകളുടെ ചുവരുകളെല്ലാം ചിത്രങ്ങളാൽ ആലേഖനം ചെയ്യപ്പെടുകയാണെങ്കിൽ അത് കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു അംഗീകൃതമായിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണ് ബാല, ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ്. ഇനി ചോദ്യങ്ങളൊന്നുമില്ല എന്ന് തോന്നുന്നു. നമുക്ക് ഇത് ഇവിടെ അവസാനിപ്പിക്കാം. ഈ ഒരു കിർത്താഡ്സിൻ്റെ നേതൃത്വത്തിൽ നടത്ത ദേശീയ ഗോത്ര സാഹിത്യ ഉത്സവത്തിലേക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. കൂടെ ഒരു വലിയ കലാകാരനെ അടുത്തറിയാനും അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെയും ചിത്രങ്ങളിലൂടെയും കടന്നു പോകാനും കഴിഞ്ഞതിൽ അദ്ദേഹത്തോടു കൂടി നന്ദി പറയുന്നു.